ഇന്നത്തെയും പോലെ തന്നെ നിങ്ങളുടെ എനർജി വൈബ്രേഷൻ ഇന്നത്തെ ദിവസത്തെ എങ്ങനെയാണെന്ന് നോക്കാം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ വൈബ്രേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജിയിൽ നിന്ന് ഉണ്ടാകുക. ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ കറന്റ് എനർജി എന്തിലാണ് കുറച്ചുകൂടി ഒന്ന് ഫോക്കസ്ഡ് ആകേണ്ടത്? എൻ്റെ ബ്ലെസ്സിങ്സ് ഓർ എൻ്റെ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് ഈ ഒരു ടൈം നിങ്ങൾക്ക് നൽകുന്നത്. നോക്കാം. നിങ്ങളുടെ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. നിങ്ങളുടെ പേഴ്സണുമായിട്ട് വളരെ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇന്ന് കാണാനുള്ളത്. സോ നിങ്ങൾ ഒരുമിച്ച് എവിടെയെങ്കിലും യാത്ര പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് യാത്ര പോകാനോ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പോകാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ, നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യിക്കാനുള്ള എന്തെങ്കിലും ഒരു മേ ബി അതൊരു ഫോൺ കോൾ എങ്കിലും ആയിരിക്കാം. ആ ഒരു എനർജി കാണുന്നുണ്ട്. വളരെ ബ്ലെസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. സോ നമുക്ക് പിന്നെ ഇതിൽ നിന്ന് ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മനസ്സിലാക്കി വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ്. അതുപോലെ ഒന്നും എന്താ പറയാ, ഹൈഡ് ചെയ്യാൻ പാടില്ല എന്നാണ്. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഓപ്പൺ അപ്പ്. കാരണം ഒരു റിലേഷൻഷിപ്പ് നല്ല ഈ ഒരു എനർജിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്ത് വെച്ച്, അല്ലെങ്കിൽ ഒരാളെ മറച്ച് എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ, ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ട്രസ്റ്റ് വർത്ത് ആവത്തില്ല. ഓക്കെ, സോ നിങ്ങൾ എന്താ പറയാ, വളരെ ആത്മാർത്ഥതയോടുകൂടി വളരെ സിൻസിയർ ആയിട്ട് ആ ഒരു ഡിവൈൻ ലവിനെ കാണുക. ഈ ടൈം, ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ബ്ലെസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ വളരെ ഹാപ്പിലി ആൻഡ് എന്താ പറയാ ബ്ലെസ്ഡ് ആണ്. ഓക്കെ, സോ ഈ ഒരു എനർജി തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ഒരിക്കലും ഒരു ഹൈഡിങ് പേഴ്സണാലിറ്റിയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ഗൈഡൻസ് ആയിട്ട് പറയുന്നത്. Okay, guys, hope you like this video and stay tuned. Have a nice day.